ഞങ്ങൾ 5 പേര്, ഞാൻ, എൻ്റെ കൊച്ചുമോള്, അവിടെ തള്ള എൻ്റെ മോള്, പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യ. ഞങ്ങൾ 5 പേരും കൂടെ ഇപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞിട്ട് ഒരു റിസോർട്ടിലേക്ക് പോയി. മലമുകളിലുള്ള റിസോർട്ടാണ്, മെഡിമിക്സിൻ്റെ. ഞാനും ഭാര്യയും, മകൾ ഗൗരിയും, മകളുടെ മകൾ ഇഷാൻവി വേദയും, മകൻ ഗോവിന്ദൻ്റെ ഭാര്യ മീരയും ഞങ്ങൾ ഒരുമിച്ച് 2026 മാർച്ച് മാസം 13, 14, 15 തീയതികളിൽ കുട്ടിക്കാനം മെഡിമിക്സ് ബംഗ്ലാവ്, റിസോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, മെഡിമിക്സ് ഒരു ബംഗ്ലാവാണ് അത്. അവിടെ ഫുഡ് സർവീസ് ഒന്നുമില്ല, ഒരു വലിയ വീടാണ്. അവിടെ താമസിച്ചു. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ആ പോകുന്ന വഴി ഒരു ഓഫ് റോഡ് വഴിയാണ്. കാണുന്നതാണ് അവിടെ എത്തുന്നത് കുട്ടിക്കാനം ഏലപ്പാറ റോഡിൽ ചെല്ലുമ്പോൾ ഒരു CSI ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയാണ്. മറ്റൊരു വഴിയുണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വളരെ റഫായിട്ടുള്ള റോഡിലൂടെ യാത്ര ചെയ്യണം. പലയിടത്തും വണ്ടി അടിയിൽ തട്ടും, വലിയ വണ്ടികൾക്ക്, SUV വണ്ടികൾക്ക് കയറാൻ പറ്റും. അങ്ങനെ ഒരു മലമുകളിലാണ്, കുട്ടിക്കാനത്തേക്കാൾ ഉയർന്ന സ്ഥലമാണ്. വളരെ രസകരമായ ഒരു ആംബിയൻസാണ് അവിടെ. അധികം ആൾക്കാരൊന്നും വരാറില്ല, വളരെ വിജനമായ സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഹാരമൊന്നും അവിടെ പാചകം ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്താം. അങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ്. ജയപ്രകാശ് എന്നൊരാളാണ് അതിൻ്റെ കെയർ ടേക്കർ. നല്ല ഇടപെടലാണ്. അവിടെ താമസിച്ചിട്ട് അവിടെ എല്ലാം കറങ്ങി നടക്കാം, പ്രകൃതി സൗന്ദര്യം കാണാം. നല്ല തണുത്ത കാലാവസ്ഥ. ഞങ്ങൾ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. മൊത്തം 4 മുറികളാണ്. താഴെ 2 മുറി, മുകളിൽ 2 മുറി. പിന്നെ മേളിൽ വിശാലമായ ഒരു ബാൽക്കണിയുണ്ട്. സന്ധ്യാനേരങ്ങളിൽ അവിടെ ഇരിക്കാം, നന്നായിട്ട് കാറ്റ് കൊണ്ട് അവിടെ ഇരിക്കാം. നല്ല രസകരമാണ്, നല്ല അനുഭവമാണ്. അവിടെ ചെന്നാൽ മറ്റെവിടെയും പോകണ്ട, അവിടെ തന്നെ തങ്ങി നമുക്ക് ആസ്വദിക്കാം. ഞങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവ് കാണിക്കാം. താഴെ കാർ പാർക്കിംഗ്. രണ്ട് പടികളിൽ കൂടെ പോയാലും നടുക്കത്തെ പടിയിലേക്ക് കയറും. എന്താ ഞങ്ങൾ അന്നക്കുട്ടി ഇറങ്ങുക. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നാൽ നല്ല വ്യൂ ആണ്, കിഡിലോസ്കി വ്യൂ ആണ്. താഴെ 2 മുറി, മുകളിലും 2 മുറി, മൊത്തം 4 മുറി. നല്ല കാറ്റാ.
കുട്ടിക്കാനത്തില്ല. ഇവിടെ ഒരു മുറിയിലും ഫാനില്ല. ഏതുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. കാറ്റിരിക്കണം. കുട്ടിക്കാനം അങ്ങ് ദൂരെ താഴെയാണ്. കുട്ടിക്കാനത്തുണ്ട്. അതുകൊണ്ട് കുട്ടിക്കാനം ആ ഭാഗത്ത് വരും. ഇതാണ് കുട്ടിക്കാനത്തെ ആ കോളേജ്, മരിയൻ കോളേജ്. ഇതാണ് വളരെ താഴെയാണ്. ഇത് മെഡിമിക്സിൻ്റെയാണ്. മെഡിമിക്സ് ഇത് മഴവെള്ള സംഭരണിയാണ്. ഏതാണ്ട് 1,00,000 ലിറ്റർ മുകളിൽ സംഭരിക്കാനുള്ള വ്യാപ്തിയുള്ള മഴവെള്ള സംഭരണി. പഴയ ഒരു ബിൽഡിങ്ങാണ്. ആരുടെയോ ബിൽഡിങ്. ഞങ്ങൾ താമസിക്കുന്ന മെഡിമിക്സിൻ്റെ ബംഗ്ലാവാണിത്. ഇതിൻ്റെ വേറെണ്ണം കൂടെ ഉണ്ട്. അത് പുതുക്കിപ്പണിയിലാണ്. കുട്ടിക്കാനം ഇതിൻ്റെ താഴെയാണ്. കുട്ടിക്കാനം കുട്ടിക്കാനത്തേക്കാൾ മുകളിലാണ് ഈ മല. പകൽ നല്ല വെയിലാണ്, പക്ഷെ വലിയ ചൂടില്ല. കണ്ടോ? കരിമ്പാറക്കെട്ടുകൾ. ചുറ്റിനും മലകൾ. വലിയ തിരക്കില്ല, ഒട്ടും തിരക്കില്ലാത്ത ഒരു മലമുകളിലാണ്. തേയിലത്തോട്ടം. കുട്ടിക്കാനം കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ളൊരു മലയുടെ മുകളിലാണ് ഈ ബംഗ്ലാവ്. അജിൽ ബി രാജനും ഭാര്യയും ഞങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവിൽ വന്ന് ഞങ്ങളെ സന്ദർശിച്ചു. താമസിക്കാൻ പറഞ്ഞു, താമസിച്ചില്ല. ഇനി അവർ വേറെ എങ്ങാണ്ട് സ്ഥലത്തേക്ക് പോവുക. ഇവിടെ പെരിയാറിലേക്ക് പോവുക. ക്ഷണം സ്വീകരിച്ചില്ല. ശരിയാ. ഞങ്ങളെ സന്ധ്യാനേരം മലമുകളിൽ
ഞാൻ ഇഷാൻ ബി വേദായും മലമുകളിൽ നിൽക്കുകയാണ്. ഞാനും അപ്പൂപ്പനും കൊച്ചുമോളും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മായി അമ്മായിക്കൊരു മോത്ത് ക്യാമറയിലോട്ടാണ് അവിടെ ക്യാമറയിലോട്ടാണോ? ഇങ്ങോട്ട് തിരിയടാ. ഫോട്ടോ ആണോ വീഡിയോ ആണോ? വീഡിയോ. ഓയ് 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 ഓയ്. ഇവളെ മിക്കവാറും ഇപ്പോൾ തന്നെ ഇവള് ഫോക്കസ് ചെയ്യാന് അച്ഛൻ ക്യാമറ മാറ്റുമ്പോ അവള് വളം വെക്കുന്നേ. ഇശാന്തി ഫോട്ടോ എടുത്ത് വൈകുന്നേരോ അവരിങ്ങനെ ഈ കല്ലിരിക്കുന്ന ഫോട്ടോ ചോറ് തിന്നോ? ഞങ്ങൾ താമസിക്കുന്നത് ലവിടെ അങ്ങ് കിഴക്ക് അരുണൻ അസ്തമിച്ചു. കണ്ട അങ്ങ് കിഴക്കല്ല, പടിഞ്ഞാറ്. ഇഷാൻ ബിയെ പുതപ്പിച്ചു. ഇഷാൻ ബി വേദയെ പുതപ്പിച്ചു. ഇഷാൻ ബിയെ പുതപ്പിച്ചേക്കാണ്. ഇഷാൻ ബി തണുത്ത് ഐസ് ഇങ്ങനെ ഒക്കെയാണ്. അവൾക്കതൊന്നും ഇഷ്ടമല്ല, അവൾ എടുത്ത് പറിച്ച് കളയുന്നു. താങ്കൾ എന്ത് പറയുന്നു? താങ്കളുടെ ഭർത്താവ് പൈസ അയച്ചു തരുമോ ഈ ട്രിപ്പിനുള്ള ഷെയർ? പറഞ്ഞിട്ടുണ്ട്. സാങ്ഷൻ ആയിട്ടില്ലല്ലോ. സാങ്ഷൻ ആയിട്ടില്ല. കമ്പിളിപ്പുതപ്പ് എന്നാണോ പറയുന്നത്? ഉടായിപ്പാണ്. കുഴപ്പമില്ല. പത്മനാഭേട്ടനെ വിളിച്ച് പറയൂ. പറയാം. വേറെ വരുമാനം നോക്കാനാണോ? എന്താ ഗൂഗിൾ പേ ചെയ്യാൻ. ഓ, അതിന് താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. വൈകുന്നേരം ഈ റോഡിലൂടെ ഇങ്ങനെ വന്ന് തൊട്ട് മുമ്പുള്ള വീഡിയോ താഴെ. ഓ, താഴെ കാണുന്നത് കുട്ടിക്കാനം. കാണുന്നത് സൂര്യൻ്റെ ഇത് വേണം. ഇന്നത്തെ അവസാന കിരണങ്ങൾ. നടക്കാനാണ് ഇവിടെ എല്ലാം നല്ല രസമാണ്. ഒരു 8-10 കിലോമീറ്റർ നടക്കാനുള്ള സാധനമുണ്ട്. തേയിലച്ചെടികൾക്കിടയിൽ
നല്ല സന്ധ്യ. എന്തോ ഇല്ല അവിടെ കണ്ടൊന്ന് ഇരിക്കുന്ന കണ്ടായിരുന്നേ. കുളത്തിന്റെ അവിടെ എൻ്റെ ഒരു വീഡിയോ എടുക്ക. എന്തുവാ എന്തോ എടുത്തു? പച്ച കളറില് എടി അമ്മൂമ്മ എഴുത്തടി. ആ ഏതോ ജീവി എഴുത്തടി നിന്റെ ഇതെല്ലാം ചെറിയ കാടാണ്. ഇഷ്ടം പോലെ ഇവിടെ പേരമരമുണ്ട്. ഇത് പേരയ്ക്ക ഉണ്ട്, ചെറിയ ചെറിയ പേരയ്ക്ക. എന്തുവാ നമുക്ക് ദേഷ്യം വരും. തണുത്തൊന്നുമല്ല. ഞങ്ങളിവിടെ പുറത്തെ അടി കയറുന്നേ. എന്ത് നിനക്ക് എന്ത് ഇത്ര തണുപ്പ്? പോയി തണുപ്പ് നടക്കുന്നോ? കാറ്റുണ്ട്.